എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ മുറിഞ്ഞ വിരലും നോക്കിയിരിക്കുന്ന വിഷ്ണുവിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് പ്രീതി. ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നത്? വാ, ഭക്ഷണം കഴിക്കാം. ഏയ്, എനിക്ക് വേണ്ട, വിശപ്പ് തോന്നുന്നില്ല എന്ന് പറയുകയാണ് വിഷ്ണു. പ്രീതി പറയുകയാണ്, എന്തിനാ ഏട്ടാ കള്ളം പറയുന്നത്? ഏട്ടൻ്റെ ഭാഗത്തു നിന്നും തെറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്ന് എനിക്കറിയാം. എനിക്ക് മാത്രമല്ല അച്ഛനും അറിയാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അമ്മയുടെ സ്വഭാവം അനുസരിച്ച് അമ്മ എന്തെങ്കിലുമൊക്കെ പറയും, അത് ഏട്ടൻ സാരമാക്കേണ്ട. അത് കഴിഞ്ഞ് ശാലിനി, അവളുടെ തെറ്റിദ്ധാരണയും കുറച്ചു കഴിഞ്ഞ് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. വിഷ്ണു പറയുകയാണ്, എടി ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ ഓരോരുത്തരുടെയും ഉള്ളിലെ മുറിവുകൾ അത് ആഴമുള്ളതാണ്, മാറ്റിയെടുക്കാൻ പറ്റില്ല. അന്നേരം പ്രീതി ചോദിക്കുകയാണ്, ശരി സമ്മതിച്ചു, പെട്ടെന്ന് ഉണങ്ങില്ല, അല്പസമയമെടുത്തായാലും അത് ഉണങ്ങിയല്ലേ പറ്റൂ. ആ സമയം നമുക്ക് കുറച്ചു കൊണ്ടുവരാം, പക്ഷേ അതിന് പഷ്ണിയിരിക്കുകയല്ല വേണ്ടത്. പിന്നെ ഏട്ടൻ കഴിക്കാതിരുന്നാൽ അതിൻ്റെ പേരിലും അമ്മ ഇനി ശാലിനിയായിരിക്കും പഴിക്കാൻ പോകുന്നത്. ഏട്ടനായിട്ട് അവളുടെ മനസ്സ് വീണ്ടും വീണ്ടും നീട്ടണമോ? ഏട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറയുകയാണ് പ്രീതി. ഇത് കേട്ട് ശരി വാ എന്നും പറഞ്ഞ് പ്രീതിയും കൂട്ടി എഴുന്നേൽക്കുകയാണ് വിഷ്ണു. അതേസമയം റൂമിൽ വിഷമിച്ചിരിക്കുകയാണ് ശാലിനി മുൻപ് സത്യഭാമ ഫോട്ടോ നോക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. താഴേക്ക് വന്ന പ്രീതി വിഷ്ണുവിനോട് പറയുകയാണ്, ഇരിക്കേട്ടാ, ഞാൻ പോയി ശാലിനിയോട് ഇങ്ങോട്ട് വരാൻ പറയാം. അത്രയും പറഞ്ഞ് പ്രീതി മുകളിലേക്ക് പോകുമ്പോൾ വിഷ്ണു കരുതുകയാണ്, ശാലിനി വന്നിട്ട് എന്തിനാ? എൻ്റെ ദൈവമേ, ഞാനിത് എങ്ങനെ കഴിക്കാനാന്ന് പറഞ്ഞ് ഭക്ഷണമൊക്കെ തുറന്നു നോക്കുകയാണ് വിഷ്ണു. വലത് കൈ മുറിഞ്ഞിരിക്കുന്ന വിഷ്ണു ഇടത് കൈ കൊണ്ട് ആഹാരമൊക്കെ പ്ലേറ്റിലേക്ക് എടുത്തു വയ്ക്കുകയാണ്. തുടർന്ന് വിഷ്ണു കഴിക്കാൻ ശ്രമിക്കുന്നെങ്കിലും പറ്റുന്നില്ല. എന്തൊരു കഷ്ടമാ എന്നൊക്കെ പറഞ്ഞ് നോക്കിയിരിക്കുകയാണ് വിഷ്ണു. അതേസമയം ശാലിനിയുടെ മുറിയിലെത്തുന്ന പ്രീതി, വാ ശാലിനി, ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ശാലിനിയെ വിളിക്കുകയാണ്. എനിക്ക് ഒന്നും വേണ്ട പ്രീതി എന്ന് പറയുമ്പോൾ പ്രീതി ചോദിക്കുകയാണ്, ഇങ്ങനെ പട്ടിണി കിടന്നിട്ട് എന്താ ശാലിനി പ്രയോജനം? നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമ്മൾ ആരെ പേടിക്കാനാണ്? ശാലിനിയുടെ കൈ പിടിച്ച് പ്രീതി ചോദിക്കുകയാണ്, ശാലിനി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം, പിന്നെന്താ? ഉള്ളിലുള്ള സങ്കടം മറന്ന് ചുറ്റുമുള്ളവരെ ചിരിച്ചു മാത്രം കാണിച്ചിരുന്ന പഴയ ശാലിനിയാണ് ഞങ്ങൾക്ക് വേണ്ടത്. വാ ശാലിനി, അവിടെ ഒരാൾ കൂടി കഴിക്കാതിരിപ്പുണ്ട്, വിഷ്ണുവേട്ടൻ എന്ന് പറയുകയാണ് പ്രീതി. നിങ്ങൾ രണ്ടാളും ഒന്നും കഴിക്കാതെ പട്ടിണി കിടന്നാൽ സുസ്മിത ജയിച്ചു എന്നാണ് അതിനർത്ഥം. വന്നേ ശാലിനി എന്നും പറഞ്ഞ് ശാലിനിയെ നിർബന്ധിച്ച് താഴേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് പ്രീതി. തുടർന്ന് പ്രീതി ശാലിനിയും കൊണ്ടുവന്ന് കസേര നീക്കിയിട്ട് ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അവരോട് പറയുകയാണ്, ഞാനേ കിച്ചണിലെ ജോലിയൊക്കെ എന്തായെന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു പോകുന്നു. അന്നേരം പ്രീതി എന്ന് ശാലിനി വിളിക്കുന്നുണ്ട് പുറകെ നടന്ന്. പക്ഷെ അതൊന്നും കേൾക്കാതെ പോവുകയാണ് പ്രീതി എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശാലിനി പറയുകയാണ്, അവൾക്ക് കിച്ചണിൽ എന്തോ ജോലിയുണ്ട്. തുടർന്ന് ഭക്ഷണം കഴിക്കാൻ പാടുപെടുന്ന വിഷ്ണുവിനെ നോക്കുകയാണ് ശാലിനി. എന്നിട്ട് പറയുകയാണ്, അതെ, ആ പ്ലേറ്റിങ് എടുക്ക്. വിഷ്ണു പറയുകയാണ്, സാരമില്ല, ഞാൻ കഴിച്ചോളാം, താൻ കഴിച്ചോ എന്ന് പറയുമ്പോൾ ശാലിനി പറയുകയാണ്, അത് ഞാൻ കണ്ടു. അതിനുശേഷം വിഷ്ണുവിൻ്റെ പ്ലേറ്റ് എടുത്ത് വിഷ്ണുവിന് ആഹാരം വാരി കൊടുക്കുകയാണ് ശാലിനി. ഇതൊക്കെ അടുക്കളവാതിലിൽ നിന്നും കണ്ട് സന്തോഷിക്കുകയാണ് പ്രീതി. വീണ്ടും ഭക്ഷണം വാരി കൊടുക്കുമ്പോൾ വിഷ്ണു താങ്ക്സ് പറയുകയാണ് ശാലിനിയോട്. ശാലിനി പറയുകയാണ്, ജീവൻ നിലനിർത്താനാണ് ഭക്ഷണം, അത് കഴിക്കാൻ ആര് ബുദ്ധിമുട്ടുന്നത് കണ്ടാലും അവരെ സഹായിക്കണമെന്നുള്ളതാണ് അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് കേട്ട് സന്തോഷിക്കുകയാണ് വിഷ്ണു. ബാക്കി പറയുകയാണ് ശാലിനി, അതിപ്പോൾ ഭിക്ഷക്കാരൻ ആയാലും. അന്നേരം വിഷ്ണു ഒന്ന് ശാലിനിയെ നോക്കുകയാണ്. ഒന്ന് ചമ്മിയ പോലെ ചുറ്റുമൊക്കെ വിഷ്ണു നോക്കുമ്പോൾ ശാലിനി പറയുകയാണ്, ഇയാൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ ഞാൻ അഡ്വാൻസ് ആയിട്ട് ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. അത് തലകുലുക്കി സമ്മതിക്കുകയാണ് വിഷ്ണു. അന്നേരം അടുക്കളവാതിൽക്കൽ നിന്ന് പ്രീതി പറയുകയാണ്, നിങ്ങളെ ഒരുമിപ്പിക്കാൻ വേണ്ടി എന്നെക്കൊണ്ട് ചെയ്യാവുന്ന ചെറിയ കാര്യങ്ങൾ ആണെങ്കിൽ പോലും അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. തുടർന്ന് വിഷ്ണു പറയുകയാണ്, മതിയായിട്ടാണ്. അന്നേരം ശാലിനി പറയുന്നു, അത് പറ്റില്ല, കഴിക്കുമ്പോൾ വയറു നിറയെ കഴിക്കണം. തുടർന്ന് വീണ്ടും ശാലിനി വിഷ്ണുവിന് ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുമ്പോൾ ശാലിനിയുടെ വിരൽ കടിക്കുകയാണ് വിഷ്ണു. പെട്ടെന്ന് ശാലിനി കൈയെടുക്കുമ്പോൾ സോറി എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് വിഷ്ണു. തന്നെ തുറിച്ചു നോക്കുന്ന ശാലിനിയോട് വിഷ്ണു ചോദിക്കുകയാണ്, അല്ല, ഞാൻ ഹെൽപ്പ് ചെയ്യണോ? അന്നേരം കളിയാക്കി ശാലിനി പറയുകയാണ്, ചെയ്ത സഹായം തന്നെ ധാരാളം, സോറി, അറിയാതെ പറ്റിയതാണെന്ന് വിഷ്ണു പറയുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, അല്ല, ഇയാൾ അറിഞ്ഞ് ഇയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? വീണ്ടും ശാലിനി ഭക്ഷണം നീട്ടുമ്പോൾ വിഷ്ണു പറയുകയാണ്, ശരിക്കും മതിയായിട്ടാണ്, വയറ് നിറഞ്ഞിട്ടാണ്, ഇനി ഇയാൾ കഴിച്ചോ എന്ന് പറയുന്നു. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, അല്ല, എന്നെ കഴിപ്പിക്കാൻ ഇയാൾക്കെന്താ ഇത്ര ഉത്സാഹം? അല്ല, ഭക്ഷണം കഴിക്കാതിരുന്നിട്ടേ ഉള്ള പണം ഡോക്ടർക്കും വൈദ്യനും കൊടുക്കരുതെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, അതാണ് എന്ന് ഒന്നാക്കി പറയുകയാണ് വിഷ്ണു. അന്നേരം ശാലിനി പറയുകയാണ്, അതെ, ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്, അതിന് പ്രത്യേകിച്ച് ആരുടെയും ഉപദേശമൊന്നും എനിക്ക് വേണ്ട.
അന്നേരം വിഷ്ണു മനസ്സിൽ കരുതുകയാണ്, നിന്നെ എനിക്ക് പിടികിട്ടി ശാലിനി, പ്രകോപിപ്പിച്ചാലേ നീ എന്തും ചെയ്യൂ. തുടർന്ന് ഭക്ഷണം കഴിക്കുകയാണ് ശാലിനി. ഭക്ഷണം കഴിക്കുന്ന ശാലിനിയെ നോക്കിയിരിക്കുന്ന വിഷ്ണുവിനോട് ശാലിനി ചോദിക്കുകയാണ്, അതെ, ഇയാളുടെ വയറ് നിറഞ്ഞെന്നല്ലേ പറഞ്ഞത്? പിന്നെന്തിനാ നോക്കിയിരിക്കുന്നത്? എഴുന്നേറ്റ് പൊയ്ക്കൂടെ? വീണ്ടും സോറി പറഞ്ഞ് എഴുന്നേൽക്കുകയാണ് വിഷ്ണു. കൈ കഴുകി വന്ന ശേഷവും ശാലിനിയെ തന്നെ ദൂരെ നിന്ന് നോക്കി നിൽക്കുകയാണ് വിഷ്ണു. ഇത് കാണുന്ന ശാലിനി എന്താന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലാന്ന് പറഞ്ഞ് മുകളിലേക്ക് പോവുകയാണ് വിഷ്ണു. തുടർന്ന് പ്രീതിയുടെ ഫോൺ ബെല്ലടിക്കുകയാണ്. അത് കാണുകയാണ് സത്യഭാമ. പ്രീതി ഫോൺ എടുക്കാതെയാണല്ലോ പോയിരിക്കുന്നതെന്ന് പറഞ്ഞ് മുകളിലേക്ക് നോക്കിയ ശേഷം ഫോൺ എടുക്കുകയാണ് സത്യഭാമ. അതിൽ അർജുനേട്ടൻ എന്ന് എഴുതി കാണിക്കുമ്പോൾ ഇവനോ എന്ന് പറഞ്ഞ് കോൾ എടുക്കുകയാണ് സത്യഭാമ. കാൾ ഓണായ ഉടനെ അർജുൻ ചോദിക്കുകയാണ്, ആ പ്രീതി, നിന്റെ അമ്മ അടുത്തെങ്ങും ഇല്ലല്ലോ അല്ലേ? വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും വിവാഹത്തിന് ശേഷം വിവരങ്ങളൊന്നും അറിഞ്ഞില്ല, അതറിയാനാണ് വിളിച്ചത്. പക്ഷെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് സത്യഭാമ. അവിടെ എന്തുണ്ട് വിശേഷമെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സത്യഭാമ പറയുകയാണ്, വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും വിവാഹത്തിന് ശേഷം അവൻ്റെ ഭാര്യ ഇരട്ട പ്രസവിച്ചു. ആ കുഞ്ഞുങ്ങളുടെ നൂലുകെട്ടാണ് നാളെ. എന്താ പോരുന്നുണ്ടോ അർജുൻ മോൻ ഇങ്ങോട്ട്? മറുതലയ്ക്കൽ സത്യഭാമയുടെ സംസാരം കേട്ട് അന്തം വിടുന്ന അർജുൻ സത്യാമ്മയോന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ്, അതെ, സത്യഭാമ തന്നെ. നിന്റെ അമ്മായിയമ്മ ഒളിഞ്ഞും പാത്തും എൻ്റെ മോളെ കാണാനോ വിളിക്കാനോ ശ്രമിക്കരുതെന്ന് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇങ്ങനെ നാണം കെട്ട് നീ എന്തിനാടാ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി ഞാൻ എന്ന് അർജുൻ പറയുമ്പോൾ സത്യഭാമ പറയുകയാണ്, നീ അങ്ങനെ വിളിക്കണ്ട, നിന്റെ അമ്മ വിളിക്കുന്നത് പോലെ വിളിച്ചാൽ മതി. ബ്ലേഡ് സത്യഭാമ, അങ്ങനെ വിളിച്ചാൽ മതി നീ എന്നെ. എല്ലാം മറക്കാനും പൊറുക്കാനും ശ്രമിച്ചിട്ട് തന്നെയാണ് നിന്റെ വീടിന്റെ പടി കയറി വന്ന് ഞാൻ വിവാഹം ക്ഷണിച്ചത്. പക്ഷേ സത്യഭാമയെ ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു നിന്റെ അമ്മ. അതുകൊണ്ട് തന്നെയാണ് അന്ന് ആ കല്യാണ മണ്ഡപത്തിൽ വീണ് കിട്ടിയ ആദ്യ അവസരത്തിന്മേൽ തന്നെ അവർ ചാടി വീണത്. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നോക്കി നിൽക്കെ സത്യഭാമയുടെ കുടുംബത്തിന്റെ മാനം വലിച്ചു കീറാൻ. അതുകൊണ്ട് നിനക്കോ നിന്റെ അമ്മയ്ക്കോ ഇനി എൻ്റെ മനസ്സിൽ മാപ്പില്ല. ഇനി മേലാൽ ഈ ഫോണിലേക്ക് നിന്റെ കോൾ അറിയാതെ പോലും വരാൻ പാടില്ല, കേട്ടല്ലോ എന്ന് ചോദിക്കുകയാണ് സത്യഭാമ. വന്നാൽ നിന്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറിയങ്ങ് വരും ഈ സത്യഭാമ. ഓർമ്മ വച്ചാൽ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് സത്യഭാമ. ഇതൊക്കെ പുറകിൽ നിന്ന് കേട്ടു നിൽക്കുകയാണ് സുസ്മിത. ഫോൺ വച്ച ശേഷം അർജുൻ കരുതുകയാണ്, പ്രീതിയുമായി സംസാരിക്കാൻ പാടില്ല എന്ന് പറയാൻ അവർക്കെന്താ അവകാശം? അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനാണ് ഈ ഞാൻ. ആരാരുടെ വീട്ടിലേക്കാണ് ഇടിച്ചു കയറി വരുന്നതെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ദേഷ്യപ്പെട്ട് സത്യഭാമ ഇരിക്കുന്നത് കണ്ട് അർജുൻ വക്കീലായിരുന്നു അല്ലേ ഫോണിൽ എന്ന് പറഞ്ഞ് സത്യഭാമയുടെ അടുത്തേക്ക് വരികയാണ് സുസ്മിത. സങ്കടപ്പെട്ട് സത്യഭാമ പറയുകയാണ്, എൻ്റെ കുഞ്ഞിന് നല്ലൊരു ജീവിതമുണ്ടാകാൻ അവൻ സമ്മതിക്കില്ല. അന്നേരം സുസ്മിത പറയുകയാണ്, പ്രീതിക്ക് നല്ലൊരു ജീവിതമുണ്ടാകാൻ അർജുൻ വക്കീൽ മാത്രമല്ല സമ്മതിക്കാത്തത്. തനിക്ക് നല്ലൊരു ജീവിതം കൂടി വേണമെന്ന് പ്രീതി കൂടി വിചാരിക്കണമെന്നാണ് എൻ്റെ പക്ഷം എന്ന് പറയുകയാണ് സുസ്മിത. എന്ന് വെച്ചാൽ നീ എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുമെന്ന് പറയുകയാണ് സത്യഭാമ. സുസ്മിത പറയുകയാണ്, ആൻറ്റി ഇത് എന്തറിഞ്ഞിട്ടാണ്? അവർ തമ്മിൽ വിളിയും സംസാരവും ഒക്കെയുണ്ട്. ഇടയ്ക്ക് തമ്മിൽ കാണുന്നുണ്ടോ എന്ന് വരെ സംശയിക്കണം. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും പാടില്ല എന്ന് അവളെ ഞാൻ വിലക്കിയിട്ടുള്ളതാണെന്ന് പറയുകയാണ് സത്യഭാമ. ആൻറ്റി വിലക്കിയിട്ട് മക്കള് വാക്ക് തന്നിട്ടും എന്താ പ്രയോജനം? എന്നെ മാത്രമേ വിവാഹം കഴിക്കൂന്ന് വിഷ്ണുവേട്ടൻ ആൻറ്റിക്ക് വാക്ക് തന്നിരുന്നതല്ലേ? എന്നിട്ടിപ്പോ എന്ത് സംഭവിച്ചു? ആൻറ്റിയുടെ വാക്ക് നാട്ടുകാർ ചിലപ്പോൾ അനുസരിച്ചെന്ന് വരും. പക്ഷെ മക്കള് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ് സുസ്മിത. അല്ലെങ്കിൽ ആൻറ്റി തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരാളോട് നമുക്ക് സംസാരിക്കണ്ട എന്നുണ്ടെങ്കിൽ അയാളുടെ കോള് സിമ്പിളായിട്ടങ്ങ് ബ്ലോക്ക് ചെയ്താൽ പോരെ? പ്രീതി അത് മനഃപൂർവ്വം ചെയ്യാത്തതാണ്. ഇവിടെ ഈ വീട്ടിൽ വിഷ്ണുവും ശാലിനിയുമായിട്ടുള്ള പ്രണയം ആൻറ്റി അറിയാതെ അങ്ങ് തിളച്ചു മറിഞ്ഞു. അതുപോലെ മറ്റൊരു പ്രേമം കൂടി ഇവിടെ കൊടുമ്പുരി കൊള്ളുന്നോണ്ട് സംശയിച്ചേ പറ്റൂ. അതിന്റെ അവസാനം ആൻറ്റിയുടെ മുഖത്ത് വീണ്ടും ഒരു അടിയാകാതിരിക്കാൻ കൈയോടെ രണ്ടിനെയും അങ്ങ് പൊക്കിയാൽ മതിയെന്ന് പറയുകയാണ് സുസ്മിത. തൽക്കാലം ആൻറ്റി ഇതൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട. രണ്ടിനെയും രണ്ട് വഴിക്കാക്കാൻ സുസ്മിത സഹായിക്കാം. ആൻറ്റി സമാധാനമായിരിക്കെ എന്ന് പറയുകയാണ് സുസ്മിത. സത്യഭാമ പോയ ശേഷം സുസ്മിത കരുതുകയാണ്, വിഷ്ണുവേട്ടനെ എന്നിൽ നിന്നും അടർത്തിയെടുത്ത് ശാലിനിയുമായിട്ട് ഒരുമിപ്പിക്കാൻ ഒരുപാട് വെള്ളം കോരിയതാണല്ലോ പ്രീതി നീ. നിനക്ക് ഞാനൊരു ആപ്പ് വയ്ക്കുന്നുണ്ട്. അർജുനും നീയുമായി ഒരുമിക്കാൻ ഒരിക്കലും ഈ സുസ്മിത ഇവിടെ ഇരിക്കുമ്പോൾ സമ്മതിക്കില്ല. ഇവിടെ ഈ വീട്ടിൽ വിഷ്ണു നെഞ്ച് വെന്ത് ജീവിക്കുന്നത് പോലെ നീയും നീറി ജീവിക്കണം. എന്നാലേ ഈ സുസ്മിതയ്ക്ക് ഒരു തൃപ്തി കിട്ടൂ. എന്നാൽ മാത്രം എന്ന് പറയുകയാണ് സുസ്മിത. തുടർന്ന് കാണിക്കുന്നത് രാവിലെ പത്രം വായിക്കുന്ന രാഘവൻ നായർക്ക് ചായ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് പ്രീതി.
അച്ഛൻ ഇന്ന് നേരത്തെ ഉണർന്നോന്ന് ചോദിക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, ഇന്ന് ദോഷപരിഹാര പൂജയല്ലേ, നിന്റെ അമ്മ രാവിലെ ഉണർന്ന് അമ്പലത്തിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനും അങ്ങ് എഴുന്നേറ്റു. അതേസമയം സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തുകയാണ് അർജുൻ. അർജുനെ കണ്ട് ഒന്ന് ഭയന്ന് പ്രീതി പറയുകയാണ്, ഈശ്വര, അർജുനേട്ടനാണല്ലോ, ഇവൻ എന്താ മോളെ ഇപ്പൊ ഇങ്ങോട്ടെന്ന് ചോദിക്കുകയാണ് രാഘവൻ നായർ. അറിയില്ല അച്ഛ, അമ്മയെങ്ങാനും ഇപ്പോൾ വന്നാൽ ആകെ പ്രശ്നമാകും. തുടർന്ന് അകത്തേക്ക് വന്ന അർജുൻ പ്രീതിയോട് പറയുകയാണ്, പ്രീതി ഇറങ്ങ്, നിനക്കെടുക്കാനുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുക്കാം. ഞാൻ നിന്നെ ഈ വീട്ടിൽ നിന്നും കൊണ്ടുപോവുകയാണ്. വീട്ടിൽ നിന്നും കൊണ്ടുപോകാനോ? അർജുനേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? ദേഷ്യഭാവത്തിൽ അർജുൻ പറയുകയാണ്, പറഞ്ഞത് മലയാളം. നീ ഇപ്പോ ഈ നിമിഷം എന്റെ കൂടെ ഇറങ്ങി വരുന്നോ? പക്ഷെ എങ്ങോട്ടെന്ന് പ്രീതി ചോദിക്കുമ്പോൾ അർജുൻ പറയുകയാണ്, എങ്ങോട്ടായാൽ നിനക്കെന്താ, തികച്ചും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകും. എന്റെ കുഞ്ഞിന് സമാധാനമായി ജന്മം എടുക്കാവുന്ന ഒരിടത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകും എന്ന് പറയുകയാണ് അർജുൻ. ആ കുഞ്ഞിന്റെ പേരിൽ എന്നെയോ നിന്നെയോ കുത്തിനോവിക്കാൻ ഒരാളും വരാത്ത ഒരിടത്തേക്ക്. തൽക്കാലം അത് എന്റെയോ നിന്റെയോ വീട്ടിലല്ലാന്ന് മാത്രം നീ അറിഞ്ഞാൽ മതി. അന്നേരം പ്രീതി ചോദിക്കുകയാണ്, എന്താ അർജുനേട്ട ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറയാൻ ഇവിടെ ഉണ്ടായത്, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ അർജുൻ പറയുകയാണ്, കാര്യമുണ്ട്. ഞാൻ നിന്നെ ഇനി കാണുകയോ ഫോൺ ചെയ്ത് വിഷമിപ്പിക്കുകയോ ചെയ്യരുത് എന്നാണ് കൽപ്പന. നിന്റെ അമ്മ സത്യഭാമയുടെ. ഞാൻ താലി കെട്ടിയ പെണ്ണിനോട് എന്റെ കുഞ്ഞിന്റെ അമ്മയോട് സംസാരിക്കരുതെന്ന് പറയാൻ അവരാരാണ്? ആരായാലും ആ അധികാരമൊക്കെ അങ്ങ് പോക്കറ്റിൽ വെച്ചാൽ മതി. അർജുനേട്ട ഒന്ന് പതുക്കെ എന്ന് പ്രീതി പറയുമ്പോൾ വീണ്ടും അർജുൻ ഉച്ചത്തിൽ തന്നെ ചോദിക്കുകയാണ്, എന്തു പതുക്കെ? ഞാൻ നിന്റെ ഭർത്താവാണ്. താലി കെട്ടിക്കഴിഞ്ഞാൽ എനിക്കുള്ള അധികാരം കഴിഞ്ഞേ എന്ന് പറയുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, അർജുൻ, എനിക്കൊരു 2 മിനിറ്റ് നിന്നോട് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നിനക്ക് സമയമുണ്ടാകുമോ കേൾക്കാൻ? ഇഷ്ടമില്ലാതെ തന്നെ അർജുൻ പറയുകയാണ്, അങ്കിള് പറയണം, എനിക്ക് സമയക്കുറവൊന്നും ഇല്ല. പക്ഷേ ഇവിടെ നിന്നും കൊണ്ടുപോകരുത് എന്ന് മാത്രം അങ്കിള് പറയരുത്. അത് ഞാൻ അനുസരിക്കില്ല എന്ന് പറയുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, മോനിങ് അടുത്ത് വാ, ഇങ്ങോട്ടിരിക്കുക, വാ എന്ന് പറഞ്ഞ് അർജുനെ വിളിക്കുകയാണ് രാഘവൻ നായർ. അതിനുശേഷം പ്രീതിയോട് പറയുകയാണ്, മോളെ നീ ഒരു ചായ എടുത്തുകൊണ്ട് വാ, അല്ലെങ്കിൽ വേണ്ട, തണുത്തതെന്തെങ്കിലും മതി. നമ്മുടെ വക്കീലിന് തലയാകെ തീ പിടിച്ചിരിക്കുകയാണ്. നീ എന്താ സംശയിച്ചു നിൽക്കുന്നത്, ചെല്ല് എന്ന് പറഞ്ഞ് പ്രീതിയെ പറഞ്ഞു വിടുകയാണ് രാഘവൻ നായർ. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.